ഹായ് ഫ്രണ്ട്സ് ടൊരട്ടുബ ഐഡൽ സിഒ ബേബി. ഹാ ഹീറോയി ഭയങ്കര ഹാപ്പി ജോളിയായിട്ട് എൻജോയ് ചെയ്ത് പാട്ട് എൻജോയ്. ഹീറോയ്ക്ക് റൈവ് അല്ല ബൈക്കിൽ പോകാൻ ഭയങ്കര ഇഷ്ടം. ഹീറോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹീറോയി എൻജോയ് ചെയ്യും. എന്ത് പറ്റിടി പ്രിയ? അയ്യോ അയ്യോ അമ്മ വരൂ പറഞ്ഞക്ക്. ഹീറോയിൻ ഭയങ്കര കാട്ടിൽ നല്ല എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെ ജങ്കുക്ക് അവിടേക്ക് ജങ്കുക്ക് വന്നായിരുന്നു. ജങ്കുക്ക് ഫ്രണ്ട്സ് കൂടെ വന്നായിരുന്നു. ഹീറോയിൻ മലേൻ്റെ മുകളിൽ നിന്നിട്ട് ഒരു പോസ്റ്റ് കൊടുക്കായിരുന്നു. ഇത് ജങ്കുക്ക് ഹീറോയിനെ കണ്ട് ഫ്ലാറ്റായി. വാവ്, ഇവിടെ കാണാൻ ഭംഗിയായിട്ടുണ്ടല്ലോ. ജങ്കുക്ക് വെച്ച് കണ്ണെടുക്കാതെ ഹീറോയിനെ നോക്കുമായിരുന്നു. ജങ്കുക്ക് ശരി ഇവിടെ ആരാന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ പിറ്റേഴ്സ് മെമ്പർ ഏഴുപേർ സംസാരിച്ചായിരുന്നു. ജങ്കുക്ക് അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഹീറോയി പറയാൻ തുടങ്ങി, ഇല്ലടി എനിക്ക് പോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഹീറോയുടെ ഫ്രണ്ട് ഫോട്ടോ എടുത്ത് ഹീറോയുടെ പോസ്റ്റ് നല്ല കാത്ത് കിട്ടുക. അങ്ങനെ ഹീറോയെ അവിടെ നിന്നിട്ട് മലയിൽ നോക്കിയേ നല്ല കാത്ത് വെച്ച് ഈ മല പോസ്റ്റ് എടുത്ത് തലനെല്ലാം ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ചെയ്തു തന്നു. ഹീറോയി കുറച്ച് ദൂരെ പോയി, ഫ്രണ്ട്സെല്ലാം പോയി. ജങ്കുക്ക് വന്ന് ഹീറോയിനെ ബാക്ക് ഹാക്ക് ചെയ്തു. ഹീറോയ്ക്ക് പേടിയാവും തുടങ്ങി. ആരാ? ജങ്കുക്ക് ഹീറോയിനെ ബൈക്ക് കൈ വെച്ച് ഹീറോയിനെ കൊണ്ടുവന്ന് ഗുഹേനടുത്ത് കൊണ്ടു. ജങ്കുക്ക് മാത്രമേ അറിയൂ. ഹീറോയിനെ കൊണ്ടുവന്നു. ജങ്കുക്ക് ഞങ്ങളുടെ ഹീറോ ഷോക്കായി. നീ ഇപ്പോൾ പാടൽ ജങ്കുക്കാണല്ലോ. ജങ്കു ഐ എം ജങ്കുക്ക്. അതുമാത്രമല്ല ഞാനൊരു ആണ്. ഹായ് ബേബി ഗേൾ, നീ കാണാൻ ക്യൂട്ടായിട്ടുണ്ടല്ലോ. ജങ്കുക്ക് അങ്ങനെ പറയുമ്പോൾ ഹീറോയ്ക്ക് ഷോക്കായി. അയ്യോ എൻ്റെ കോട്ട് എവിടെ? ജങ്കുക്ക് പിടിച്ച് ഹീറോയിനെ കിസ് അടിക്കാൻ തുടങ്ങി. ഇവിടെ തന്നെ എന്താണെന്ന് ചെയ്യുന്നത്? ജങ്കുക്കിന് ഈ തല്ലാൻ നോക്കി. ജങ്കുക്ക് പിടിച്ചില്ലായിരുന്നു. ജങ്കുക്ക് എല്ലാ ജങ്കുക്ക് ഹീറോയ്ക്ക് നടന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് ഒരു സാഡായിരുന്നു. ഹീറോയി ടയർഡായി ഉറങ്ങിയായിരുന്നു. ജങ്കുക്ക് കുറച്ച് ഹീറോയ്ക്ക് ഇത് കണ്ട് ഷോക്കായി. ഇങ്ങനെ എണിച്ച് നോക്കുമ്പോൾ ഹീറോയ്ക്ക് രാത്രിയായിരുന്നു. അതെ, രാത്രി ജങ്കുക്ക് ഫുള്ള് ചെയ്തായിരുന്നു. ഹീറോയി ഇവിടുന്ന് എങ്ങനെ തപ്പിക്കുന്നു? ഫോണൊന്നുമുണ്ട്. പിന്നെ ജങ്കുക്ക് ഹീറോയി പോകുമ്പോൾ പിടിച്ചു. എല്ലാം നടന്നു. വേഗം ഹീറോയി ഉറങ്ങി. രാവിലെ അഞ്ച് നോക്കും. ഹീറോയ്ക്ക് ഇവിടുന്ന് മുങ്ങണം, തപ്പിക്കണം. ഹീറോയി അവിടെ നിന്ന് കരഞ്ഞിട്ട് ഇങ്ങനെ ഫ്രണ്ട് വന്നിരുന്ന് മച്ചി ഇവിടെ നിൽക്കാൻ മാട്ട കയറിയാൻ തുടങ്ങി. ഹീറോയുടെ ഫ്രണ്ടിന് സമാധാനമാക്കാൻ തുടങ്ങി. ബോഡി ഞാൻ ഇവിടെ നിന്ന് പോവാം. ഹീറോയിൻ്റെ ഫ്രണ്ട് ഹീറോയിനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് പോയി. ജങ്കുക്ക് എണിച്ച് വന്ന് നോക്കുമ്പോൾ ടയർഡായിരുന്നു. എനിക്ക് നോക്കി ഹീറോയിനെ കാണുന്നില്ല. ഷോക്കായി ജങ്കുക്ക്. അയ്യോ ഞാനത് യൂസ് ചെയ്തിട്ടല്ലോ. അയ്യോ ഇപ്പം എവിടെ പോയി നിങ്ങളെ തേടാ? ജങ്കുക്ക് തല കൈ വെച്ചിരുന്നു. അതെ, കുറച്ച് ജങ്കുക്ക് ഡ്രഗ് കഴിച്ചായിരുന്നു. പിന്നെ ഇത് ഡ്രിങ്ക്സ് ചെയ്യായിരുന്നു. ജങ്കുക്ക് ഹീറോയിനെ കണ്ട് ഒരു മാതിരിയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആരാന്ന് കണ്ടുപിടിക്കുക. ജങ്കുക്ക് ടെൻഷനായിരുന്നു. അങ്ങനെയായിട്ട് ജങ്കുക്ക് ഹീറോയിനെ തേടിയായിരുന്നു. അതെ, ഹീറോയി കൊറിയയിലും ഉണ്ട്. അത് നെക്സ്റ്റ് പോയാൽ ഇന്ത്യക്ക് പോയ മാരേജാണ് ഹീറോയ്ക്ക്. ഹീറോയെല്ലാം പാക്കപ്പ് ചെയ്ത് ഇന്ത്യക്ക് പോകാൻ പുറപ്പെട്ടായിരുന്നു. ഹീറോയി ഫ്രണ്ട് കൂടെ ജോലിയെ സംസാരിക്കുമായിരുന്നു. അങ്ങനെയായിട്ട് അവിടെ കൊറിയയിൽ ഒരു മിയ എന്നൊരു ഫ്രണ്ട് ഉണ്ടാണ്. ഹീറോയി മിയാനോട് പറയായിരുന്നു. അങ്ങനെയായിട്ട് ജങ്കുക്ക് ഹീറോയി അങ്ങനെ പോസ്റ്റ് എടുക്കുമ്പോൾ ഹീറോയിൻ്റെ ഫുൾ ഫോട്ടോസ് ജങ്കുക്ക് എടുത്തായിരുന്നു. ബോഡി ഗാർഡ് ഇവളെ കണ്ടുപിടിച്ച് തരുമെന്ന് പറഞ്ഞു. ജങ്കുക്കിൻ്റെ ഒരു ബോഡി ഗാർഡ് ഹീറോയിനെ കണ്ടു. അതുമാത്രമല്ല ഹീറോയി സംസാരിക്കുന്നത് ഫുൾ വീഡിയോയിൽ ജങ്കുക്ക് വീഡിയോ അയച്ചു തന്നു. ജങ്കുക്ക് ഷോക്ക്. ഇന്ത്യക്ക് പോകുന്നതാണോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് പറഞ്ഞു. ജങ്കുക്ക് ഷോക്കായി. ശരി ഇവളെ ഫോളോ ചെയ്യുന്നു. ഇന്ന് പോയി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് ജങ്കുക്ക് പറഞ്ഞു. ബോഡി ഗാർഡോട് അവൾ ഫോളോ ചെയ്ത് അവൾ എവിടേക്ക് പോകാം അവിടേക്ക് നീ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവളിന്ന് ഫോളോ ചെയ്യുന്നു ബോഡി ഗാർഡോട് പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞിരുന്നു. ജങ്കുക്ക് ശരി ഫോളോ ചെയ്തോ, ഞാൻ പുറകിൽ തന്നെ വരാമെന്ന്. ഹീറോയ്ക്ക് എത്ര മണിക്കാണ് അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ജങ്കുക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തു. ബോഡി ഗാർഡ് ബുക്ക് ചെയ്തു. ഹീറോയി പോകുന്ന ടൈമിലാണ് അതേ ഫ്ലൈറ്റിൽ കയറി. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ജങ്കുക്ക് ഹീറോയിനെ ഫോളോ ചെയ്ത് വരാൻ തുടങ്ങിയായിരുന്നു. ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. അത് സെക്യൂരിറ്റിയാണ്. ബോഡി ഗാർഡും സെക്യൂരിറ്റി അവന് അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഹീറോയി പോകുന്ന പ്ലേസൊക്കെ വന്നെത്തി. ഹീറോയിൻ്റെ വീട് നോക്കുമ്പോൾ നല്ല ഡ്രസ്സാണ്. നൈറ്റ് ഹീറോയി ഓർമ്മുന്നത് രാവിലെ നാളെ മാരേജാണ് ഹീറോയ്ക്ക് ശരി ഓക്കെ റെസ്റ്റ് ഇട്ട ഹീറോയി പോയിട്ട് കിടന്നു ഉറങ്ങും. രാത്രി നൈറ്റായി. ജങ്കുക്ക് വന്നു. രാവിലെ മാരേജാണോ? അത് ഞാൻ നടന്ന വീട്ടിൽ നോക്കാം. ഹീറോയിൻ ഒന്ന് ഉറങ്ങിയിരുന്നു. രാവിലെ ഈ മണ്ഡപത്തിൽ ഹീറോയിനെ കൊണ്ടുവരായിരുന്നു. ഹീറോയ്ക്ക് മാരേജ് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം? ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഹീറോയ്ക്ക് ഒരുപാട് സാഡായിരുന്നു. അങ്ങനെ മണ്ഡപത്തിൽ ഹീറോയിനെ കൊണ്ടുവരായിരുന്നു. ഹീറോയിൻ നടന്നുകൊണ്ട് വരായിരുന്നു. അപ്പോൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞായിരുന്നു.
എല്ലാവരും പോലീസ് സ്റ്റോപ്പ് പറയുമായിരുന്നു. ഇതൊരു ഷോക്കായി, എല്ലാം തിരിഞ്ഞു നോക്കുമായിരുന്നു. ജങ്കുക്ക് സ്റ്റോപ്പ് പറയാൻ പറഞ്ഞായിരുന്നു. ജങ്കുക്ക് അത് മാത്രമല്ല സ്റ്റോപ്പ് പറയാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ കുറച്ച് പോലീസ് വന്ന് പറയാൻ തുടങ്ങി, ഇവന് ക്രിമിനലാണ്, ഇവൻ നിറയെ കല്യാണം കഴിച്ച് കുറേ കുട്ടികളെ സ്വത്തും പണമെല്ലാം എടുക്കുക, അതുകൊണ്ട് ഇവൻ ശരിയില്ല, ഓൻ്റെ മേലെ കേസുണ്ട് പറഞ്ഞ് അവൻ്റെ അടുത്ത് പറഞ്ഞു. ഇവരൊരു മമ്മിക്ക് ഡാഡിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ ആരെ മാരേജ് കഴിക്കും? അജയ് പറഞ്ഞ ചെക്കന് ഹീറോയിൻ മലക്കാണ്. അവനിപ്പോൾ ഇറങ്ങിയിട്ട് പോകാൻ നോക്കിയായിരുന്നു. അജയ് അവിടുന്ന് ഇറങ്ങിയപ്പോൾ ജങ്കുക്ക് ഓടി വന്നു ഹീറോയിൻ്റെ മമ്മിയോട് പറഞ്ഞു. അജയ്ക്ക് കോൾ വന്നിരുന്നു. ഇപ്പോൾ സംസാരിച്ച് പറയാമെന്നത് അജയ് ഫോണിൽ സംസാരിക്ക് പോയിരുന്നു. എങ്ങനെയായിട്ട് ഹീറോയിൻ പറഞ്ഞു, ഞാൻ ജങ്കുക്ക്. ഹീറോയിൻ നോക്കിയില്ലായിരുന്നു, ജങ്കുക്കാണ്. അതുമാത്രമല്ല ഞാൻ നിങ്ങളെ മോളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇവളെ മാരേജ് കഴിച്ചോളാം ജങ്കുക്ക് പറഞ്ഞു. അത് കേട്ട് ഹീറോയിൻ്റെ അനിയത്തിക്ക് ഷോക്കായി. ഇവരെനിക്കറിയും മമ്മി എന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞത് കൊണ്ട് ജങ്കുക്ക് ഹീറോയ്ക്ക് മാരേജായി. ഹീറോയിൻ നോക്കില്ലായിരുന്നു, ഭയങ്കര സാഡായിരുന്നു. ആരും കൂടെ മാരേജ് ഒന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ വേണ്ട പറഞ്ഞ് കേൾക്കില്ലായിരുന്നു പറഞ്ഞു. ഹീറോയ്ക്കും ജങ്കുക്കും നന്നായിട്ട് മാരേജ് നടന്നു. ഇനി മോളെ ശ്രദ്ധിക്കണം, നോക്കണം എന്ന് പറഞ്ഞായിരുന്നു. അജയ് വന്ന് നോക്കുമ്പോൾ ഹീറോയ്ക്ക് മാരേജ് ആയതുകൊണ്ട് അവൻ സാഡായി പോയിരുന്നു. ഹീറോയിൻ ലോക്ക് തുറന്ന് വീട് നോക്കുമ്പോൾ ഷോക്ക്. ജങ്കുക്ക്, അതെ ബേബി, ഞാനവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ നീ ഓടിപ്പോയി. ജങ്കുക്ക്, നീ എന്തിനാ ഇവിടേക്ക് വന്ന? നീ എന്തിനാ എന്നെ മാരേജ് കഴിച്ച? ഇല്ല ബേബി, എനിക്കെന്നെ ഇഷ്ടമാണ്. അങ്ങനെ ഇങ്ങനെ പറയായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായി, പോടാ ഇവിടുന്ന്. ജങ്കുക്ക് ഹീറോയിനോട് പറഞ്ഞു. ഹീറോയിൻ ഷോക്കായിരുന്നു ജങ്കുക്ക് കണ്ടിട്ട്. ജങ്കുക്ക്, നീ ഓളോട് എനിക്കെന്നെ ഇഷ്ടമല്ല, എനിക്ക് ഓളോട് ക്രഷ് ഉണ്ടായിരുന്നു, നീ അത് ചെയ്തുകൊണ്ട് എൻ്റെ മേലെ എനിക്ക് ദേഷ്യമാണ്. ജങ്കുക്ക് പറയാൻ സ്മാർക്ക് ചെയ്ത് ജങ്കുക്ക് പറഞ്ഞു, അതല്ല, എനിക്ക് ഇതുവരെ ഏത് പെൺകുട്ടിക്ക് കണ്ട എനിക്ക് ഫീലിങ്സ് വന്നിട്ടില്ലായിരുന്നു. എനിക്ക് നിന്നെ കണ്ട പിന്നെ എനിക്ക് ഫീലിങ്സ് വന്നു, അതുകൊണ്ട് നിനക്ക് പ്രപ്പോസ് ചെയ്യാൻ വെച്ച് പോയി നീ ഓടി വന്നത്. അങ്ങനെ ഹീറോയിനോട് ജങ്കുക്ക് പറഞ്ഞു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ജങ്ക് സ്മാർക്ക് ചെയ്തിട്ട് പറയാൻ തുടങ്ങി, ആക്ച്വലി നിനക്കൊരു കാര്യം അറിയോ? എന്താ? മിരു എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഗേൾ അറിയോ?